ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധികയുടെയും വരുണിന്റെയും കാര്യം നമുക്കെല്ലാം അറിയാലോ ശ്യാമ. പക്ഷേ അത് വല്ലാത്തൊരു അവസ്ഥയിലാണെന്ന് വരുണിന്റെ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എടുത്തേയും എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാ വരുണിനെ എനിക്ക് തോന്നിയത്. ഞാൻ പോവാണ് മാഡം. പോട്ടെ മോളെ. ജയന്തി ആളൊരു പാവൊന്നുമല്ല, സൂത്രക്കാരിയാ. മാഡത്തിനോട് പറയാനുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. അത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. പോട്ടെ മോളെ, ഇല്ലായ്മ കൊണ്ടല്ലേ. എനിക്ക് പറ്റാവുന്ന വിധത്തിലൊക്കെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ ആ മൂത്ത മോളുടെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ കല്യാണം ഒത്തുവരുന്നുണ്ട്. അപ്പോ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ മോള് വന്നേ, നമുക്കൊന്ന് പുറത്തിറങ്ങാം. എല്ലായിടത്തും നടന്നൊന്ന് കാണാം. വാ. മോളെ, എന്താ ചേട്ടാ? അതെ, നിങ്ങളെ മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു രാധിക ടീച്ചർ ഇവിടെ ഉണ്ടോ? ഇല്ല, രാധിക ചേച്ചി വന്നിട്ടില്ല. 2-3 ദിവസമായി. ഫിദ മേഡം ഉണ്ടോ? മാഡവും ഇല്ല. ഞാൻ പോയി കളിച്ചോട്ടെ. സൂക്ഷിച്ചു കളിക്കണേ മാഡം. ഒരാള് വന്ന് രാധിക ചേച്ചിയെ ചോദിച്ചു, ഫിദ മാഡത്തിനെയും ചോദിച്ചു. എന്നിട്ട് മോളെന്ത് പറഞ്ഞു? 2-3 ദിവസമായി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ പോയോ? ഇല്ല, ഓഫീസിലുണ്ട്. ആരാ? സോറി മാഡം, ഞാൻ ആരെയും കാണാത്തതുകൊണ്ട്. വരുന്നെന്താ വന്നേ? എനിക്ക് രാധിക ഒന്ന് കാണണം. രാധിക 2-3 ദിവസമായി വന്നിട്ട്. ഫിദ മേഡം എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. രാധിക ഫിദ മേഡത്തിന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും എനിക്കറിയില്ല. ഫിദ ഒരു ഒഫീഷ്യൽ ടൂറിലാ. മാഡം പ്ലീസ്, രാധികയുടെ കാര്യത്തില് നിങ്ങൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. മാഡം, ഒരു തവണയെങ്കിലും. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വരുൺ? എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. നിങ്ങൾ എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. രാധയെ കാണാതെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. വരുൺ, കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇതൊരു സ്ഥാപനോ. ഫിദയുടെ ഇല്ലാത്തപ്പോ ഇതിന്റെ ഉത്തരവാദിത്തം എനിക്കാ. സോ വരുൺ, ഐ എം റിയലി സോറി. ഓക്കെ, ഫിദ മേഡം വിളിക്കുകയാണെങ്കിൽ മാഡം ഒന്ന് പറയണം. രാധികയോട് ഒരു തവണ എന്നെ ഒന്ന് വിളിക്കാം പ്ലീസ് മാഡം.
ഹലോ അടുത്തി. ആ ശ്യാമേ, വരുണിപ്പോ ഇവിടെ വന്നിരുന്നു. എന്നോട് രാധിക ഫിദയും ചോദിച്ചു. രാധിക ഫിദയുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അത് നന്നായി അടുത്തി. രാധികയുടെയും വരുണിന്റെയും കാര്യം നമുക്കെല്ലാം അറിയാലോ ശ്യാമ. പക്ഷേ അത് വല്ലാത്തൊരു അവസ്ഥയിലാണെന്ന് വരുണ്ട സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അടുത്തി, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാ വരുണിനെ എനിക്ക് തോന്നിയത്. എങ്ങനെ നോക്കിയാലും ഇപ്പൊ ഈ മാറി നിൽക്കുന്ന നല്ല കാര്യം. എല്ലാം വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റും അല്ലേ അടുത്തി? അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. തൽക്കാലം അങ്ങനെ പോട്ടെ, ഞാൻ വിളിച്ചോളാം. ഓക്കെ. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഇതാ മേഡം. ശ്യാമ രാധികയും കൊണ്ട് എവിടേക്കാ പോയത്? അത് കണ്ടെത്തിയോ സോണിയ? ഇല്ല മേഡം, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നാണോ ഇല്ലേ നിനക്കിതൊക്കെ പറയാൻ? ഞാൻ ഈ അവസ്ഥയിലായതോടെ എല്ലാം കഴിഞ്ഞു അല്ലേ? സത്യത്തിൽ ഞങ്ങൾക്ക് മാഡത്തിന്റെ അടുത്തുനിന്ന് മാറാൻ സമയം കിട്ടിയിട്ടില്ലെന്ന് വേണം പറയാൻ. ഓ, അപ്പോ നിന്റെയൊക്കെ സേവനം ഞാൻ പാടി പുകഴ്ത്തണോ അല്ലേ? നിന്റെയൊക്കെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഈ സമയത്ത് അമ്മയെ മോളെ കണ്ടെത്തിയിരുന്നേനെ.